അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഗാർഡനിലെ ഒരു കൊച്ചു സന്തോഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. കണ്ടോ, ഇപ്പോൾ ബോഗൺവില്ലയുടെ ഒരു വസന്തകാലം തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെ വീട് മുറ്റം ഇപ്പോൾ ബോഗൺവില്ലയുടെ ഒരു വസന്തം തന്നെ തീർത്തിട്ടുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ വർഷം തൊട്ടാണ് ഞാൻ ബോഗൺവില്ല കളക്ട് ചെയ്തിരുന്നത്. അതും അധികം നാടൻ വെറൈറ്റീസൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയാൻ ഇത്തവണ ഈ കൊല്ലം 100-ലധികം കളക്ഷൻ വേണമെന്നായിരുന്നു കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ എൻ്റെ വീട്ടുമുറ്റത്ത് ഇപ്പോൾ 100-ലധികം ബോഗൺവില്ലയുടെ കളക്ഷനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ ബോഗൺവില്ല ചെടികളൊക്കെ. എനിക്ക് എല്ലാ ചെടികളും ഇഷ്ടമാണ് കേട്ടോ. ഏതൊരു കാട്ടിലെ ചെടിയാണെന്നുണ്ടെങ്കിലും ഞാനത് വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് നട്ടുവെക്കും. അങ്ങനൊരു ശീലം ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഇവർ തന്നെയാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഇവരുടെ ഓരോ പൂക്കളും കാണാനായിട്ട്. ഇപ്പോഴാണ് ഇതിൻ്റെ ഭ്രാന്തായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ മറ്റുള്ള ചെടികളൊന്നും ഉപേക്ഷിക്കൂല കേട്ടോ. കാരണം എല്ലാ ചെടികളും എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ഈ ഒരു വീട് തന്നെ ഒരു ചെടി വീടായി മാറിയിട്ടുണ്ട് കേട്ടോ. 4 ഭാഗം നോക്കിയാലും മൊത്തം ചെടികൾ കൊണ്ട് നിറച്ചിക്കുകയാണ്. അപ്പോൾ ബോഗൺവില്ലയാണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ കളക്ട് ചെയ്യണത് കേട്ടോ. ഈ വർഷം ഇവിടെ സ്റ്റോപ്പാക്കി എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നോമ്പായതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ വാങ്ങണമൊന്നുമില്ല. പക്ഷേ എന്തായാലും ഈ കൊല്ലം തന്നെ 100-ലധികം കളക്ഷൻ വേണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതെന്തായാലും സാധിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ചെടികളൊക്കെ ഞാൻ ഈ രീതിയിലൊക്കെയാണ് സെറ്റാക്കിയിട്ടുള്ളത്. ഇവിടെ ബോഗൺവില്ല മാത്രമല്ല വേറെ ചെടികളൊക്കെ നമ്മളിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വെയിലിൻ്റെ ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. കാരണം മുറ്റത്ത് മൊത്തം ഇതുപോലെ മരങ്ങളാണ്. എങ്കിലും ഞാൻ എൻ്റെ ചെടികളൊക്കെ പൂക്കാനായിട്ട് വെയിലുള്ള ഭാഗത്ത് കൊണ്ടുപോയി വെക്കും. എന്നിട്ട് പൂത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ മെയിൻ പണി. കാരണം ആ ഭാഗത്താണ് നമുക്ക് കുറച്ചൊക്കെ വെയിലുള്ളത്. ഇപ്പോൾ ഇതൊക്കെ ആ ഭാഗത്തേന് വെച്ചിരുന്നത്. അങ്ങനെ പൂവിട്ടതൊക്കെ നമ്മൾ ഒരുപോലെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സെറ്റാക്കിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഗാർഡൻ്റെ വർക്കൊക്കെ കുറച്ച് നാളായിട്ടുള്ളൂ കഴിഞ്ഞിട്ട്. ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ആയിട്ട് നമ്മൾ ഗാർഡൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ തൂണ് പോലെ സെറ്റ് ചെയ്ത് ഇതിന്മേലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ബോഗൺവില്ലയുടെ പ്ലാന്റുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ എല്ലാ മതിൽമേലും ഇപ്പോൾ നമ്മൾ ബോഗൺവില്ല മാത്രമാണ് സെറ്റാക്കിയിട്ടുള്ളത്. അല്ലാത്ത ചെടികളും ഉണ്ട് കേട്ടോ. കുറച്ച് ഭാഗത്തൊക്കെ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ നമ്മൾ ഈ ഒരു ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം ബോഗൺവില്ലമ്മൊക്കെ ഒന്നും പട്ട ചാടുന്നത് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഏത് ചെടിയായാലും കേട് വരുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും പെട്ടെന്ന് കേടരാത്ത ചെടികളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെയൊക്കെ നമ്മുടെ ബോഗൺവില്ലകളാണ്. ഇവരൊക്കെ നല്ല അടിപൊളിയായി പൂവിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചതിൽ പഠിച്ചവനോട് ഞാൻ നന്ദി പറയുകയാണ് കേട്ടോ. കാരണം എനിക്ക് ചെടികളെ വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ ഒരുപാട് എൻ്റെ ചെടികളെ സ്നേഹിക്കുന്നു. കണ്ടോ, ഇവരുടെ ഓരോ വർണ്ണങ്ങളും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതെന്തായാലും നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊന്നും അറിയില്ല. അത് ചെടികളോടുള്ള ഇഷ്ടമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ. നമ്മുടെ മനസ്സിൻ്റെ ഒരു മെഡിസിനെന്ന് പറയുന്നത് തന്നെ ചെടികളാണെന്നുണ്ടെങ്കിൽ പറയാം. നമുക്ക് ഏതൊരു സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ചെടികളോടൊപ്പം ചിലവിട്ടാൽ നമുക്ക് ആ സങ്കടങ്ങളൊക്കെ നമ്മൾ മറക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ ഗാർഡനിലെ വിശേഷങ്ങൾ. ഇനി നമ്മൾ ഓരോരോ ചെടിയുടെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. നമ്മുടെ ഓരോ ചെടികളുടെയും ഐഡിയും അതേപോലെ അവരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ല. എന്തായാലും ഇപ്പോൾ ഒരു വർണ്ണ വസന്തം തന്നെയാണ് ഇവിടെ കേട്ടോ. പിന്നെ പറഞ്ഞാൽ നമ്മൾ പൂക്കൾ കഴിഞ്ഞ ചെടികളൊക്കെ നമ്മൾ ആ ഭാഗത്താണ് കേട്ടോ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഒന്ന് അതിൻ്റെ തലപ്പ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് വളങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ വെയിലുള്ള ഭാഗത്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ പൂവിട്ടാൽ നമ്മൾ അവിടെ പൂവ് കഴിയുമ്പോഴത്തേന് ഇതവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യൽ. എന്തായാലും ഓരോരോ സുന്ദരികളാണ്. ഇതൊക്കെ നമ്മുടെ അർജുനയാണ് കേട്ടോ. ഇതിലൊക്കെ ഇപ്പോൾ കുറച്ച് പൂക്കളേ ഉള്ളൂ. എന്തായാലും എല്ലാതും പൂത്ത് നല്ല സുന്ദരികളായി നിൽക്കട്ടെ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഗാർഡനിലെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.